കാരണം വെച്ചാൽ ഞാൻ കണ്ട് അച്ഛൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണ്ട് വളർന്ന രാഷ്ട്രീയം അല്ല ഇന്ന്. അങ്ങനെ ഒരു 40,000-ഓളം പെൻഷൻകാർ, അതേപോലെ 40,000-ഓളം ജീവനക്കാർ, അതിന് 80,000 അവരുടെ ആശ്രിതരായിട്ടുള്ളവർ, ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കൂടി അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നത്. അത് വിശ്വസിച്ചു. വന്ന തുടക്കം മുതൽ ആദ്യം ഒരു 5 മാസം ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. ഒരു വർഷം 350 കോടി രൂപ ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ പലിശയായിട്ട് കൊടുക്കണം. ഈ കാശ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ 350 കോടി, അതായത് പ്രതിമാസം 4 കോടി രൂപ വീതം, ഈ കാശ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ സർക്കാരിന് 350 കോടി രൂപ പ്രതിവർഷം ലാഭിക്കാമായിരുന്നു. അത് ചെയ്യാതെ സഹകരണ സംഘം കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജനകീയനായ ഭരണാധികാരിക്കാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാവും. കാലാകാലങ്ങളിൽ ഭരിച്ച ഭരണാധികാരികളുടെ പിടിപ്പുകേടും, ഉദാഹരണത്തിന് തമ്പാനൂർ ഒരു വലിയ മന്ദിരമൊക്കെ പണിതിരിക്കുന്നു, ഇന്നും അത് ആളില്ലാതെ മുകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് അറിവ്. അതുമുതലൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ കൊണ്ട് അഴിമതി ധൂർത്തും. അല്ല, അവരോട് ഞാൻ ഇതിന്റെ ഇടതുപക്ഷക്കാരല്ലേ പറയണം, അവരോട് ഞാൻ ഈ ആവശ്യങ്ങളൊക്കെ ന്യായമാണോ എന്ന് ആദ്യം വായിച്ചു നോക്കാൻ പറയും. 1350 രൂപ പെൻഷൻ അവരുടെ തൊട്ട് അതും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി കേന്ദ്രത്തിന്റെ കുറ്റം പറയാനും നോക്കില്ല, കേന്ദ്രം തരണമെന്നും പറയാനോ, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്തു തന്നാൽ ഞാൻ ആ നിമിഷം അതിന് ഇനിയിപ്പോ പറയും അവര് മറ്റേ പെരുമാറ്റച്ചട്ടം വന്നു. പെരുമാറ്റച്ചട്ടത്തിന് മുമ്പേ ഞങ്ങൾ വിഷയമൊക്കെ എല്ലാവരെയും, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു, വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടു, കാണേണ്ടവരെ എല്ലാ സംഘടനകളും കണ്ടു, പല സംഘടനകളും കണ്ടു. എന്നിട്ട് ഒന്നും തീരുമാനമാകത്തോണ്ടാണെങ്കിൽ വന്നത് ഞാൻ നിമിഷം ഫ്ലക്സ് എടുത്ത് മാറ്റും. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ ഓരോരുത്തരും. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്ഥലത്തും കാണാൻ പറ്റുന്നത് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു ഫ്ലെക്സുകളാണ്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായിട്ടൊരു ഫ്ലെക്സ്, അതായത് LDF തുലയട്ടെ, കേരളം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലെക്സ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതായത് പൊതുജനങ്ങൾ കഴുതകളെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം. നമ്മൾ ആ നിൽക്കുന്ന റോഡ് കുത്തിപ്പൊളിഞ്ഞ് കുളം പോലെ ഇരിക്കുകയാണ് എന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത് വേറൊരു വിഷയം. എന്തായാലും നമ്മൾ ഫ്ലെക്സിലേക്ക് വരുമ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇത്. നമ്മൾ ഈ കാണുന്ന പുള്ളിയാണ് ഈ ബോർഡിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. ഒരുപാട് കാലം KSRTCയിൽ വർക്ക് ചെയ്ത് അവിടെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഫ്ലെക്സിലെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്, അദ്ദേഹം ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 1350 രൂപ പ്രതിമാസ പെൻഷനും വെള്ള റേഷൻ കാർഡുമുള്ള ആയിരക്കണക്കിന് പെൻഷൻകാർ KSRTCയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. ഈ പെൻഷൻ കാരണം 2000 രൂപ ലഭിക്കാവുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും അർഹതയില്ലാത്തവരായിട്ട് അവർ മാറുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം കഷ്ടതയിലേക്ക് പോവുകയാണ്. അതിനുള്ള ഉത്തരമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, 2011 ശേഷം പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് KSRTCയിൽ മാത്രം രൂക്ഷമായ വിലക്കയറ്റം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ്. മൂന്നാമത്, 2022 ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ മുൻകാലങ്ങളെ പോലെ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. നാലാമത്, പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് കോടതിയിൽ ഹർജി നൽകിയത് എന്തിനാണ് എന്ന് വ്യക്തമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഉത്സവ ഭത്ത കൊടുത്തപ്പോൾ കഴിഞ്ഞ 7 വർഷമായി KSRTCയിൽ മാത്രം ഉത്സവ ഭത്ത നൽകാത്തത് എന്നതടക്കം ഏകദേശം 7ഓളം ചോദ്യങ്ങളാണ് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും സർക്കാരുകൾ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരൊക്കെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നൽകുന്ന കുറെ പ്രകടന പത്രികയിലടക്കം ഉൾപ്പെടുത്തുന്ന ഒരു പ്രസ്താവനകളുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട്. അത്തരം വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് തന്നെയായിരിക്കണം ഇത്. ചേട്ടാ, ഇങ്ങനൊരു ഫ്ലെക്സ് ഇവിടെ വെക്കുമ്പോൾ അതിനൊരു ധൈര്യം തന്നെ വേണം. കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ LDF തുലയട്ടെ എന്ന് മാത്രം പറയാനുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റിയത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഉള്ളിലുള്ള അമർഷവും വിഷമവും എല്ലാം കൂടി ഞാൻ ഒരു വൈകാരികമായിട്ട് അങ്ങനെ പ്രകടിപ്പിച്ചു. അതാണ് ആ വാക്ക് അവിടെ വന്നത്. അതാണ് ചേട്ടൻ എന്തായാലും രാഷ്ട്രീയമായിട്ട് ഒരു വിരോധമോ അങ്ങനെയൊന്നുമില്ല. അവരാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ BS കാര്യം എടുത്തു പറഞ്ഞത്. നല്ല കാര്യം ചെയ്ത എല്ലാവരെയും, നീലലോഹിദാസ് LDF മന്ത്രിയായിരുന്നു, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും.
അദ്ദേഹത്തിനൊക്കെ പേരെടുത്ത് സ്മരിച്ചത് അതുകൊണ്ടാണ്. അതായത് ഈ പറയുന്നത് പോലെ എല്ലാ സഖാക്കന്മാരെയും അടിച്ചാക്ഷേപിച്ചല്ല പറയുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഇപ്പോഴും ഉണ്ട്. എന്റെ സുഹൃത്തുക്കള്, എന്റെ ബന്ധുക്കളുണ്ട് LDF-ലൊക്കെ സജീവമായിട്ടുള്ളവർ. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. മറ്റുള്ളവരുടെ അവരുടെയൊക്കെ ഒരു പ്രതിനിധി പോലെ ആരും എന്നെ പ്രതിനിധിയായിട്ട് ഏൽപ്പിച്ചില്ല. അത് സ്വയം ഞാൻ പ്രാതിനിധ്യം ഏറ്റെടുത്ത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം പൊതുസമൂഹത്തിലും സർക്കാരിൻ്റെയും ആ ഒരു പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പൊതുജനങ്ങൾ ഈ പറയുന്നത് പോലെ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടെ ആകുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളൊക്കെ ഒരു വ്യക്തി ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അത് നടപ്പിലാക്കുക എന്നത് കൂടെ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കുക എന്നത് കൂടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കേരളത്തിൽ വളരെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ, തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കുന്നത്, തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ്, അപൂർവമായിട്ടുള്ള ഒരു ഫ്ലെക്സ് കൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത് സർക്കാരിന്റെ മുന്നിലേക്കും ഈ പറയുന്നത് പോലെ ഇനി ഭരണത്തിലേറാൻ പോകുന്ന നേതാക്കന്മാരുടെ ശ്രദ്ധയിലും പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. വലിയൊരു പൊതുവിഷയം, എന്നെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയം, അതിന് ഒരു പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ വേണ്ടി എൻ്റെ വ്യക്തിപരമായ ഒരു വികാരം രേഖപ്പെടുത്തി ഞാൻ അവിടെ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. LDF തുലയട്ടെ എന്നുള്ളൊരു അതാണ് ഞാൻ വികാരം. അതായത് KSRTC-യിലെ പെൻഷൻകാരിലും ജീവനക്കാരിലും ഒരു വലിയൊരു ഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അപ്പോൾ ഈ നമ്മൾ പെൻഷൻകാരോടുള്ള ഒരു അവഗണന ഈ സർക്കാർ കാണിക്കുന്ന അവഗണന, അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ വളരെ അമർഷത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതുപോലെ ഒരു മാനസികമായ വികാരം ഞാൻ അവിടെ LDF തൊലയട്ടെ, കാരണം ഇത് തൊലഞ്ഞാലേ ഞങ്ങൾക്ക് ഇനി ഒരു സമാധാനം ഉള്ളൂ എന്നുള്ള ആ ഒരു വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത്. ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അവരെല്ലാവരും ഇന്ന് നിരാശരാണ്. ഈ 2 തവണ അധികാരത്തിൽ കയറിയിട്ടുള്ള ഒരു സർക്കാരാണ് LDF എന്ന് പറയുന്നത്. ഇപ്പോ KK ശൈലജയെ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ പറയുന്ന, അല്ലെങ്കിൽ ആത്മവിശ്വാസം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, 3ാം തവണയും LDF തന്നെ വരുമെന്ന്. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ള സമയത്താണ് ഇപ്പോ സാറിന്റെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ സാറിന്റെ പൊസിഷൻ, അതിനേക്കാൾ ഉപരി ഒരു പൊതുജനത്തിലെ ഒരാളാണ് സാറ്. അപ്പോ സാറ് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കുകയാണ്, അതും ഇലക്ഷന് തൊട്ടു മുമ്പ് തന്നെ. അപ്പോ അങ്ങനെ ഒരു ധൈര്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എൻ്റെ ഒരു അച്ഛൻ അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് എന്നിൽ ആ പ്രായത്തിലെ സാമൂഹ്യ പ്രതിബദ്ധത വളർന്നു വന്ന ആളാണ് ഞാൻ. ഇന്നും സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ എൻ്റെ ചെറിയ പരിമിതമായ കഴിവുകൊണ്ടൊക്കെ അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മറ്റു സാമൂഹിക ചെറിയ സംഘടനകളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സജീവമായിട്ട് ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. കാരണം വെച്ചാൽ ഞാൻ അച്ഛൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണ്ട് വളർന്ന രാഷ്ട്രീയം അല്ല ഇന്ന്. അതുകൊണ്ട് നമുക്കത് പൊരുത്തപ്പെടില്ല എന്നുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ ഒതുങ്ങി പ്രായമൊക്കെ ആയി അതുകൊണ്ട് കഴിഞ്ഞുകൂടെയാണ്. അപ്പോൾ ഈ വിഷയം, ഇതിലെ ഈ ഫ്ലെക്സ് വയ്ക്കാം ഉണ്ടായ സാഹചര്യം, ആ വിഷയം പറയുമ്പോൾ ഇവിടത്തെ MLA ആയിരുന്ന ശ്രീമാൻ N. സുന്ദരൻ നാടാര് K. കരുണാകരൻ്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 1984 ആണ് ഞങ്ങൾക്ക് KSRTC-കാർക്ക് KSR പാർട്ട് 3 പ്രകാരം സർവീസ് പെൻഷൻകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഞങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചു തന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നല്ല ചങ്കൂറ്റമുള്ള 4-5 പേര്, K. ശങ്കരനാരായണ പിള്ള, ഇപ്പോൾ സമൂഹത്തിൽ നിന്നൊക്കെ എല്ലാവരും മറന്നു കാണും, ഞങ്ങൾക്ക് മറക്കാനൊക്കെ ഇല്ല. പിന്നൊന്ന് ശക്തൻ നാടാര്, അടുത്ത് ശ്രീമാൻ നീലലോഹിതദാസ്, ശ്രീ VS ശിവകുമാർ, ഇവരൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഗതാഗത വകുപ്പ് മന്ത്രിമാരായിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ലൊരു സമാധാനം, പെൻഷൻകാർക്കും ജീവനക്കാർക്കൊക്കെ ജോലി ചെയ്യാനൊരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം UDF സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ കുറേ കാലം കിടന്നു മുടങ്ങി വന്നപ്പോൾ ഞങ്ങൾ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി. നിയമസഭാ മാർച്ച്, പിന്നെ സെക്രട്ടേറിയറ്റ് ധർണ, മാർച്ചൊക്കെ നടത്തി. ഇതിനൊക്കെ
ഞങ്ങളുടെ ഈ പ്രതിഷേധങ്ങളെല്ലാം അന്ന് ഉദ്ഘാടനം ചെയ്തത് യശസ്വരനായ അഭിമന്യനായ സഖാവ് വി.എസ്. അച്യുതാനന്ദനാണ്. അപ്പൊ അങ്ങനെ കാലാകാലങ്ങളിൽ എന്നൊക്കെ ഞങ്ങൾക്ക് അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമോ അന്നൊക്കെ ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് റോഡ് സ്തംഭിക്കത്തക്ക വിധത്തിൽ ഹിന്ദു പത്രത്തിലൊക്കെ ഗംഭീരമായ വാർത്ത വന്നു അന്നൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സമരം നടത്തി അവകാശങ്ങൾ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പെൻഷൻ മുടക്കമുണ്ടായിരുന്നു. പെൻഷൻകാർ പലരും ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് സമരം ശക്തമായത്. എന്നിട്ട് അതൊക്കെ ഒരു തട്ടിമുട്ടിയൊക്കെ പെൻഷനൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അടുത്ത് 2016 LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ 222 പേരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. KSRTCയുടെ കടജട ഭാരമൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും, KSRTCയുടെ പെൻഷൻ ഞങ്ങൾ ഏറ്റെടുക്കും, മുടങ്ങാതെയൊക്കെ തരുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു. അങ്ങനെ ഒരു 40,000-ഓളം പെൻഷൻകാര്, അതേപോലെ 40,000-ഓളം ജീവനക്കാർ, അതിന് 80,000 അവരുടെ ആശ്രിതരായിട്ടുള്ളവര്, ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കൂടി അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നത്. അത് വിശ്വസിച്ചു. വന്ന തുടക്കം മുതൽ ആദ്യം ഒരു 5 മാസം ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. അങ്ങനെ അപ്പോഴും ആത്മഹത്യകളുണ്ടായി, വേറെ മാർഗമില്ലാത്തവർ ആത്മഹത്യകളുണ്ടായി. വീണ്ടും ഞങ്ങൾ ഒന്നിച്ചുകൂടി ശക്തമായ സമരങ്ങൾ നടത്തി. അങ്ങനെ 2018 സഹകരണ കൺസോർഷ്യം ഉണ്ടാക്കി സഹകരണ സംഘം മുഖേന ഞങ്ങളുടെ പെൻഷൻ തരാനുള്ള തീരുമാനമായി. അതേ സാധാരണ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയാൽ മതി. അന്നേ ഞങ്ങളെപ്പോലെയുള്ളവർ മനസ്സിലാക്കി ഇത് തന്നെ സർക്കാരിന് വളരെ ബാധ്യതയാണ്. കാരണം ഒരു വർഷം 350 കോടി രൂപ ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ പലിശയായിട്ട് കൊടുക്കണം. ഈ കാശ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ 350 കോടി, അതായത് പ്രതിമാസം 4 കോടി രൂപ വീതം ഈ കാശ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ സർക്കാരിന് 350 കോടി രൂപ പ്രതിവർഷം ലാഭിക്കാമായിരുന്നു. അത് ചെയ്യാതെ സഹകരണ സംഘം കൊടുക്കണം. ഈ സഹകരണ സംഘങ്ങൾ പിന്നെ ഭഗവാൻ കനിഞ്ഞാലും പിന്നെ പൂജാരി കൂടി കനിയണമെന്ന് പറഞ്ഞ പോലെ ധനവകുപ്പിൽ നിന്ന് പണം അനുവദിച്ചു വന്നാലും സഹകരണ സംഘങ്ങളൊന്നും ഇപ്പോൾ കൃത്യസമയത്തൊക്കെ കിട്ടാതായി. അങ്ങനെ KSRTCയിലെ പെൻഷൻകാരുടെ ഏറ്റവും വലിയൊരു സംഘടനയുണ്ട്, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ. അവർ നിരന്തരം ആദ്യകാലങ്ങളിലും UDF സർക്കാരിന്റെ കാലത്തൊക്കെ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി. അപ്പോഴൊക്കെയാണ് VS ഒക്കെ ഉദ്ഘാടനം ചെയ്തതല്ല. അവരെയും ഇതൊന്നും കുറച്ചൊന്നും കാണിക്കില്ല, ശക്തമായ അവരെ പരിമിതി കൊണ്ട് അവരെന്ന്. അപ്പൊ ഇപ്പോ അവര് നിസ്സഹായരാണ്. അത് കാരണം നേതൃത്വത്തിന്റെ ഒന്ന് നല്ല തനി മലയാളത്തിൽ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ ആംബിയറുള്ള വകുപ്പ് മന്ത്രിമാരില്ല. സുന്ദരൻ നാടാരെയും ശക്തൻ നാടാരെയും നീലലോഹിതദാസിനെയും അവരൊക്കെ ജനകീയരാണ്. ജനങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. വ്യക്തിത്വം കാത്തു അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. അതാണ് വളരെ ദോഷം. ഇല്ല, ഞങ്ങൾക്ക് വേണം എന്ന് പറയേണ്ട വേദി പറഞ്ഞ് കൊടുത്തേ തീരുമെന്ന് പറയാനുള്ള ആരുമില്ല. അപ്പൊ ആ പെൻഷൻ സംഘടനയും നിസ്സഹായരാണ്. എന്നിട്ട് 2019 ഈ സംഘടന ഇവരെ കൊണ്ട് മാത്രം കഴിയില്ല എന്നൊരു ഇതിൽ സ്വയം ആളുകള് ഒരു ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് എന്നൊരു കൂട്ടായ്മ ഉണ്ടായി. അവര് ഹൈക്കോടതിയിൽ ഇപ്പോ സുന്ദരൻ നാടാരുടെ കാലത്ത് 1984 പെൻഷൻ അനുവദിച്ച് KSR പ്രകാരം അനുവദിച്ച് ആ ഒരു ഓർഡർ ഒക്കെ എൻ്റെ ഇപ്പോൾ ഉണ്ട്. ഓർഡർ വെച്ച് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് ഇതെല്ലാം പഠിച്ച് നടപടിക്രമങ്ങളാക്കി KSRTC പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നും മറ്റ് സർക്കാർ സർവീസ് പെൻഷൻകാർക്ക് കൊടുക്കുന്നത് പോലെ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും DRവർക്ക് അവർക്ക് കൊടുക്കേണ്ടതാണെന്നും ഒക്കെ അദ്ദേഹം ഒരു വിധി പ്രവർത്തിച്ചു. കൃത്യമായിട്ട് കഴിയുന്നിടത്തോളം ആദ്യത്തെ ആഴ്ച തന്നെ മുടങ്ങാതെ പെൻഷൻ കൊടുക്കണമെന്നൊക്കെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ എന്നിട്ട് ഒരു 1-2 മാസം തരും, വീണ്ടും മുടങ്ങും. അങ്ങനെ ഈ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന 15 കണ്ടംപ്റ്റ് കോർട്ട് ഫയൽ ചെയ്തു. 15ഓ 16ഓ കണ്ടംപ്റ്റ് കോർട്ട് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത മാസം ഫയൽ ചെയ്തു. അപ്പോൾ നിവർത്തിയില്ലാതെ കോടതി തന്നെ ഇടപെട്ട് ചീഫ് സെക്രട്ടറി, ഗതാഗത വകുപ്പ് സെക്രട്ടറി, അങ്ങനെ ബന്ധപ്പെട്ട പലരെയും കോടതി നേരിട്ട് വിളിച്ചു, താക്കീത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പെൻഷൻ വലിയ കുഴപ്പമില്ലാതൊക്കെ കുറച്ച് ദിവസങ്ങളായാലും വലിയ ഇടതടവിലാക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നിട്ട് പറയാൻ ധാരാളമുണ്ട്. 2011 ശേഷം 2016 സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം നടത്തി.
2021 പെൻഷൻ പരിഷ്കരണം നടത്തി. ഇതാ ഇപ്പൊ 3ാമത്തെ പെൻഷൻ പരിഷ്കരണം വരാൻ പോണു. ഞങ്ങൾക്ക് 2011 ശേഷം ഒരു വർധനയും തന്നില്ല. അടുത്ത് ആ പെൻഷനാണ് ഇപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് 86% DR ഞങ്ങൾക്ക് കുടിശ്ശികയാണ്. അപ്പൊ ഇത് വിവിധ സംഘടനകൾ, പെൻഷൻകാരുടെ വിവിധ സംഘടനകൾ, സർക്കാർ തലത്തില് LDF കൺവീനർ, CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, ഘടകകക്ഷിയുടെ എല്ലാ നേതാക്കന്മാർക്ക്, 140 MLA മാർക്ക്, ഇവർക്ക് എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തു. അവരെ കൊണ്ട്, അതായത് സംഘടനയെ കൊണ്ട് കഴിയുന്ന, ആ പെൻഷൻ ഓർഗനൈസേഷനെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവൃത്തികളും അവർ ചെയ്തു. അവർക്കൊരു പരിമിതിയുണ്ട്. എന്നിട്ടത് എൻ്റെ ഓർമ്മയിലെ വിൻസെന്റ്, കോവളം MLA-യും വിൻസെന്റും പിന്നെ മാത്യു കുഴൽനാടനും ആണെന്ന് തോന്നണു അസംബ്ലിയിലൊക്കെ അവർ ശക്തമായിട്ട് ഇത് വാദിച്ചു. അല്ലാതെ ആരും ഒന്നും അനങ്ങി കണ്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ 2000 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യില്ല, ആ സമയത്തും സെക്രട്ടറിയുടെ ഇടയിൽ സത്യാഗ്രഹവും മറ്റും ഉണ്ടായിരുന്നു. വിജ്ഞാപനം ചെയ്യുന്നവരെ എന്തെങ്കിലും ഒന്ന് പരിഗണിക്കുമെന്ന് ഞങ്ങൾ ധരിച്ചു. ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ 14-ാം തീയതി വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു വിജ്ഞാപനം വരുന്നത്. അപ്പൊ ഒരു ചർച്ചയും ആശാസമരത്തിന്റെ അതേപോലെ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം. അത് 1350 രൂപ പ്രതിമാസം റേഷൻ വാങ്ങിക്കുന്ന, അല്ല പ്രതിമാസം പെൻഷൻ വാങ്ങിക്കുന്ന ഒരു 2500-2500 ആളുകൾ KSRTCയിൽ ഇന്നുണ്ട്. അവർക്ക് വെള്ള റേഷൻ കാർഡാണ്. അപ്പോൾ മറ്റൊരു ആനുകൂല്യവും ഇല്ല. അത് മാത്രമല്ല, 2000 രൂപ ഇപ്പൊ സർക്കാർ വർദ്ധിപ്പിച്ചതുൾപ്പെടെ 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ പെൻഷന് അപേക്ഷിക്കാനും നിവർത്തിയില്ല, മറ്റേ പെൻഷൻ കിട്ടണതുകൊണ്ട്. അവരുടെ ഗതി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ജനകീയനായ ഭരണാധികാരിക്കാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാവും. 1350 രൂപ ഒരു മാസം പെൻഷൻ കിട്ടിയാൽ ഒരു ദിവസം 45 രൂപയാണ് ഒരു കുടുംബം, ഒരു വയസ്സൻ അല്ലെങ്കിൽ വൃദ്ധ, അവര് വേണ്ട എങ്ങനെ കഴിയും? അപ്പൊ സർക്കാരിന് ഇത്രയും കരുണയില്ലാതെ ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്ന്. രണ്ടാമത്തത്, 2011 ശേഷം ഒരു പെൻഷൻ വർധനയും തന്നില്ല. അതിന് 86% DR കുടിശ്ശിക. സർക്കാർ ജീവനക്കാർക്ക് 2 പെൻഷൻ വർധന കഴിഞ്ഞു. 3ാമത്തേത് വരാൻ പോകും. ഞങ്ങളെ മനഃപൂർവ്വം ചെറുത്തു വെച്ചിരിക്കുക. അടുത്ത് 2000 ഇപ്പോ സർക്കാർ ഒരു പെൻഷൻ തരുമെന്നൊക്കെ അന്ന് ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞ അതേ സർക്കാർ KSRTCയിലെ പെൻഷൻ ബാധ്യത, കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കല്ല സർക്കാരിനല്ല എന്ന കോടതിയിൽ ഒരു പെറ്റിഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പെറ്റിഷൻ പിൻവലിക്കണമല്ലോ. അത് പിൻവലിച്ചില്ല ഈ നിമിഷം വരെ എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഞങ്ങൾക്ക് ഈ പെൻഷൻ പ്രതിമാസ പെൻഷൻ പോലും അനിശ്ചിതത്വമാണ്. കിട്ടുമെന്നുള്ളത് എന്ന് വയ്ക്കാം. പക്ഷെ അങ്ങനെ ഒരു ഈ റിവ്യൂ പെറ്റിഷൻ, ആ പെറ്റിഷന് സർക്കാർ അനുകൂലമായിട്ട് വിധി വന്നാൽ അത് ഭാവിയിൽ സർവീസ് പെൻഷൻകാരെയും ബാധിക്കും. കാരണം ഒരു കോടതി വിധിയാണ്. ഇവർക്കൊക്കെ 1984 N സുന്ദരൻ നാടാരി ഇരുന്നപ്പോൾ അനുവദിച്ച KSR പ്രകാരം പാർട്ട് 3 പ്രകാരം എല്ലാ നിയമങ്ങളിലും വിധേയമായി നമുക്ക് അനുവദിച്ച ഗവൺമെന്റ് ഓർഡറൊക്കെ ഉള്ള അതാണ്. ആ പ്രകാരം അനുവദിച്ച പെൻഷൻ തരാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നൊരു വിധി കോടതിയിൽ നിന്നുണ്ടായാൽ അതേ വിധി തന്നെ സർവീസ് പെൻഷൻകാരെയും ബാധിക്കും. നാളെ തൊട്ട് ഈ വിധി പ്രകാരം ഞങ്ങൾക്ക് സർവീസ് പെൻഷൻകാർക്കും കൊടുക്കേണ്ടെന്ന് വന്നുകൂടായികയില്ല. അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനെതിരെ ഒരു വ്യക്തമായ പ്രതിഷേധം. പിന്നെ ബാക്കിയുള്ള സാമൂഹ്യ വിഷയങ്ങൾ, ഇതാണ് പെൻഷന്റെ വിഷയം. അപ്പൊ സാമൂഹ്യ വിഷയങ്ങൾ ധാരാളം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞങ്ങളുടെ KSRTCക്കാരെ മാത്രമല്ല, ഇതിലെ വലിയൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അവരൊക്കെ പലരും ഈ കണ്ട് ഇതേ ഫ്ലെക്സുകൾ അടിച്ചു വയ്ക്കാൻ തുടങ്ങി. ഇന്നൊരാൾ എന്നെ വിളിച്ചിരുന്നു, ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെ പല ഭാഗത്തും അവരിങ്ങനെ ആ ഒരു ചിന്താഗതി ഒന്നും, പക്ഷെ അവര് മുന്നിട്ട് വരാൻ പലരും മടിക്കും സാഹചര്യങ്ങളുണ്ട്. ഞാനത് എൻ്റെ പാരമ്പര്യവും ആ സാമൂഹ്യ പ്രതിബദ്ധത 1350 രൂപ പെൻഷൻ കിട്ടണം അവരുടെ മനസ്സാണ് എൻ്റെ സമൂഹത്തിലുള്ള ആളുകൾ. അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രതിഷേധം എൻ്റെ അറിയാവുന്ന പരിമിതമായ രീതിയിൽ വെച്ച് കുറച്ച് വൈകാരികമായി അങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇതിപ്പോ LDF തുലയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് വെക്കുമ്പോ ഇപ്പോ സ്വാഭാവികമായിട്ടും എത്തുന്നത് പിണറായി സർക്കാരിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ആരെങ്കിലും ഈ ഫ്ലെക്സ് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, അവരോട് ഞാൻ ഇതിന്റെ ഇടതുപക്ഷക്കാരല്ലേ പറയണം. അവരും ഞാൻ ഈ ആവശ്യങ്ങളൊക്കെ
എന്നാല് ന്യായമാണോ എന്ന് ആദ്യം വായിച്ചു നോക്കാൻ പറഞ്ഞു. ഒന്നൊന്നായിട്ട് 1350 രൂപ പെൻഷൻ അവരുടെ തൊട്ട് അതും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി കേന്ദ്രത്തിന്റെ കുറ്റം പറയാനും നോക്കില്ല, കേന്ദ്രം തരണമെന്നും പറയാനോ, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്തു തന്നാൽ ഞാൻ ആ നിമിഷം അതിന് ഇനി ഇപ്പൊ പറയും അവര് മറ്റേ പെരുമാറ്റച്ചട്ടം വന്നു. പെരുമാറ്റച്ചട്ടത്തിന് മുമ്പേ ഞങ്ങൾ വിഷയമൊക്കെ എല്ലാവരെയും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു, വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടു, കാണേണ്ടവരെ എല്ലാ സംഘടനകളും കണ്ടു, പല സംഘടനകളും കണ്ടു. എന്നിട്ട് ഒന്നും തീരുമാനമാകത്തോണ്ടാണെങ്കിൽ വന്നത് ഞാൻ നിമിഷം ഫ്ലെക്സ് എടുത്ത് മാറ്റും.